ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ മീശക്കാരനും ഫാമിലിയും. ഞങ്ങൾ 4 പേരുമാണ്. ഞങ്ങൾ യൂട്യൂബിൽ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്ന കുറച്ച് പേർക്കൊക്കെ ഞങ്ങളെ അറിയാൻ പറ്റുമായിരിക്കും. ഞങ്ങൾ കുറച്ച് ഷോർട്സ്, കുറച്ച് കണ്ടന്റുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ വന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു പണിയെക്കുറിച്ച് പറയാൻ. ഇത് എല്ലാവരും കാണണം കേട്ടോ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സമയം കണ്ടെത്തിയാണ് വീഡിയോസുകൾ ചെയ്യാറുള്ളത്. ഞങ്ങൾക്ക് സാധാരണ സമയം അങ്ങനെ കിട്ടാറില്ല. എങ്കിലും ഞങ്ങൾ ഒരു പാഷനായിട്ടാണ് ഇത് തുടങ്ങിയത് തന്നെ. തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങി. അപ്പോൾ കുറച്ച് വ്യൂസൊക്കെ കുറവായിരുന്നു ആദ്യം. പിന്നെ ഒരു വ്യൂസ് കുറച്ച് നല്ല രീതിയിൽ ചാനലിനൊരു ചെറിയ റീച്ചൊക്കെ ഉണ്ടായി. വീഡിയോസൊക്കെ കുറച്ച് ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഓഗസ്റ്റ് അല്ലേക്കാ, ഓഗസ്റ്റ് 9-ാം തീയതി ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. യൂട്യൂബ് പാർട്ണർ എന്നുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് ഉണ്ടായത് എന്തോ ഭയങ്കര ഒരു എന്താ ചെയ്യണോന്ന് അറിയാൻ വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് ഉണ്ട്. ഞങ്ങളെ ഫാമിലിയിലോട്ട് ഞങ്ങൾ 4 സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ ഞങ്ങളൊരു മെയ് 20 ഡേറ്റിലായിരിക്കും ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോ ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അത് കുറച്ചേ ഓടിയുള്ളൂ. ഒരു 3-4 വീഡിയോസ് വരെ ഒരു 1000 താഴെ വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴ് ഞങ്ങള് ആവേശത്തിലെ ഒരു രംഗം എടുത്ത് ചെയ്ത് അതൊരു 37,000 കമന്റ്സ്, നല്ല കമന്റ്സും ഉണ്ടായിരുന്നു, ചീത്ത കമന്റ്സും ഉണ്ടായിരുന്നു. അത് രണ്ടും എല്ലാത്തിനും ഉണ്ടാവും. അതേപോലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4000 മണിക്കൂർ തികച്ച് ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആക്കി. അതായത് ഓഗസ്റ്റ് 7-ന് 9-ാം തീയതി മോണിറ്റൈസ് ആയി. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും സപ്പോർട്ടായിട്ട് വേണ്ട. പിന്നെ ഞങ്ങളുടെ ഫാമിലിയും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് കേട്ടോ. ഫാമിലി സപ്പോർട്ടാണ്. പിന്നെ ഈ നാട്ടുകാരും ആരും ഇതുവരെ ഞങ്ങളെ കുറിച്ചൊരു മോശം അഭിപ്രായം പറയുകയോ, നിങ്ങൾ ഞങ്ങളെ കാണുന്നവരല്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്നോ, നിങ്ങളെ കൊണ്ട് അതൊക്കെ പറ്റുമായിരുന്നോ, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നല്ലോ, നല്ല കാര്യം എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങള് സ്ഥിരമായിട്ട് ഷോർട്സ് ഇട്ട് തുടങ്ങി. ആദ്യം 1 മാസം വരെ ഞങ്ങള് ചെറിയ ഷോർട്ട് വീഡിയോസ് അറിയാലോ, അത് മാത്രമാണ് ഇട്ടുപോയത്. ഷോർട്സ് വീഡിയോ ഡെയിലി ഇടുമായിരുന്നു. കാലത്തും വൈകുന്നേരം 2 ഷോർട്സ് 10 മണിക്കും 3 മണിക്കായിട്ട് ഷോർട്സ് ഇടും. ഷോർട്സ് ഇട്ട് അത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി. ഇപ്പൊ ഞങ്ങളെ ഫാമിലിയില് ഒരു 13,000 അടുക്കുന്നു സബ്സ്ക്രൈബേഴ്സ്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു 1000 സബ്സ്ക്രൈബർ, അത് ഞങ്ങൾക്ക് ആദ്യം ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ, 1000 സബ്സ്ക്രൈബർ ആവുമോ. ആദ്യം ഞങ്ങൾക്ക് മോണിറ്റൈസേഷനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കേട്ടോ യൂട്യൂബിൽ. അപ്പോഴും നമ്മൾ 1000 സബ്സ്ക്രൈബർ തയ്ക്കുക. ഓരോരുത്തരാകുമ്പോഴും നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു. 100 തികഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. 1000 എത്തിയപ്പോഴും അങ്ങനെ ഓരോരുത്തർ വരുമ്പോഴും ഞങ്ങൾ സത്യത്തിൽ നല്ല സന്തോഷമാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും നോക്കാറുണ്ട് എത്രയായി സബ്. നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്നവർ ആണല്ലോ. ഞങ്ങൾ ഒരുപാട് തെറ്റുകളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല, ഒരുപാട് തെറ്റുകളുണ്ട്. കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒറ്റ അഭിപ്രായമാണ് കേട്ടോ. ഞങ്ങൾ 4 പേരും ഒരു തീരുമാനം എടുക്കുമ്പം ഇപ്പം ഇക്കായ്ക്കല്ല അതിനൊരു എതിരഭിപ്രായം കാണില്ല. ഇവരോട് പറയും, മക്കളെ ഇന്നൊരു ഒരു സീൻ നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ എടുക്കണം, നീ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ റെഡി. അധികം അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഷോട്ട് എടുപ്പിക്കണ്ടേ അങ്ങനെ ഒരു ആവശ്യം വരത്തില്ലടാ. അവരൊറ്റ ഷോട്ടിൽ തന്നെയൊക്കെ റെഡിയാക്കി തരും.
ഞങ്ങളുടെ ഭാഗമായിരിക്കും ചിലപ്പം കുറച്ചുകൂടെ ഡിലേ ആവുന്നത്. ഞങ്ങൾക്ക് പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കാൻ അധികം സമയം കിട്ടത്തില്ല. ഞങ്ങൾ രാത്രിയായിരിക്കും. അപ്പം നമ്മൾ ഈ വീട്ടിനകത്ത് മാത്രമായിരിക്കാം ചിലപ്പം ഷൂട്ട് ചെയ്യുന്നത്. പുറത്തോട്ടൊന്നും പോയി ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ മിറ്റവും പകലാണെങ്കിൽ മാത്രം അന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഞങ്ങൾ പുറത്തോട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും കൂടെയൊക്കെ വേണം. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരാളൊക്കെ ഓടി വന്നൊരു കൈ വരിക എന്ന് പറഞ്ഞാൽ നമ്മള് അത് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം കൊണ്ട് എന്താ ചെയ്യാന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ തിരിച്ചറിയുന്നത് പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോഴും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ നാട്ടിൽ തന്നെ ആയാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കഴിവ് എന്നൊക്കെ ഓരോരുത്തരൊന്ന് ചോദിക്കും. ഇപ്പം ഞങ്ങളെ നാടിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഞങ്ങള് തിരുവനന്തപുരം ജില്ലയില് വർക്കലയിൽ നടേറ എന്ന സ്ഥലത്താണ് കേട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇതുവരെ എല്ലാവരും പറഞ്ഞു ഞങ്ങളെല്ലാം നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ വീഡിയോസ് കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത്. അപ്പോഴും അത്രയും സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് മീശക്കാരന് ഫാമിലി. ഈ മീശ വെച്ചാണ് ഇട്ടത് കേട്ടോ. അതൊരു ഐക്കണായിട്ട് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഞങ്ങളുടെ പേര് പലരും ഞങ്ങളോട് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പേരെന്താണ്, ജോലി എന്താണ്. അപ്പോഴും ഞങ്ങളെ കുറിച്ച് പറയാം. ഇക്കടെ പേര് അൻസർ എന്നാണ്. എൻ്റെ പേര് ഷെമീന. ഷെമി എന്നൊക്കെ വിളിക്കും, എല്ലാവരും അങ്ങനെയാണ് വിളിക്കാറ്. പിന്നെ മോൻ ഹാഫിസ് 10th പഠിക്കുന്നത്. അതുകൊണ്ടാണ് ആള് ഒരുപാട് വീഡിയോസിലൊന്നും വരാത്തത്. എങ്കിലും വരാറുണ്ട് കേട്ടോ. പറഞ്ഞാൽ അപ്പോഴേ ഓക്കെയാണ്, അത് ഒരു കുഴപ്പമില്ല ആൾക്ക്. പിന്നെ മോഡലിംഗ് ആണ് താല്പര്യവും. ഇത് ഞങ്ങളുടെ ഫഹദ് മോൻ. പൊടി മോനായത് കാരണം ഇത്തിരി ലാളിച്ച് തന്നെയാണ് വളർത്തുന്നത്. ഞങ്ങളെ എല്ലാത്തിനും സപ്പോർട്ടാണ് കേട്ടോ, എല്ലാത്തിനും സപ്പോർട്ടാണ്. ആൾ കൂടെ തന്നെ കാണും. അങ്ങനെ ഞങ്ങളെ ഫഹദ് മോൻ എല്ലാ വീഡിയോസിനും വരാറുണ്ട്. വിളിച്ചപ്പോഴേ റെഡിയാ. ഉമ്മയോ ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങ് വിട്ടാ മതി എന്ന് പറയും. അങ്ങനെ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ഇയാളെ 10th പഠിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു സാധനം വന്നു, അത് കാണിച്ചു തരാം. എടുത്തോണ്ടോ മോനെ. ഇത് ഓഗസ്റ്റ് 27 ആഡ്സെൻസിന്റെ പിൻ വെരിഫിക്കേഷനുള്ള ലെറ്റർ ആണ് ഇത് ഞങ്ങൾക്ക് വന്നത്. ഇത് കിട്ടിയപ്പോഴാണ് എന്താണ് ഇതിനകത്ത് നമുക്ക് എന്തോ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇതൊന്ന് കിട്ടുമ്പോഴേ അതിന്റെ ആ ഒരു സന്തോഷം. അതെ, അത്രയും കഷ്ടപ്പെട്ട് നമ്മള് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മള് ഇത്രയും ഓരോ മണിക്കൂർ കയറുന്നത് പോലും നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു. 4000 മണിക്കൂർ തികയ്ക്കാൻ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അതെല്ലാം തികച്ച് ഞങ്ങള് മെയ് 28 സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. അതിനുമുമ്പ് ഒരു ചെറിയ വീഡിയോസ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, 1-2. പിന്നെ അത് വലുതാ കാര്യമായിട്ടൊന്നും എടുത്തില്ല. മെയ് ലാസ്റ്റാണ് ഞങ്ങൾ അങ്ങനെ ചെറുതായിട്ട് വീഡിയോസ് ചെയ്ത് അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു കേട്ടോ. ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങള് ഓഗസ്റ്റ് 9 ചാനൽ മോണിറ്റൈസ് ആയി. ഓഗസ്റ്റ് 27 ഞങ്ങൾക്ക് ആഡ്സെൻസിന്ന് ലെറ്റർ കിട്ടി. ഞങ്ങൾ പിൻ വെരിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ ചാനൽ യൂട്യൂബ് ഞങ്ങൾക്ക് പണി തന്നു. അതായത് യൂട്യൂബ് ഞങ്ങളെ പാർട്ട്ണറാക്കി. ആ ഒരു സന്തോഷം ഞങ്ങൾ കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നു, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ. ഓണം സമയം ഞങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ട്. അപ്പൊ അതിന്റെ തിരക്കായിരുന്നു. ആ തിരക്ക് കഴിഞ്ഞിട്ടും പിന്നെ ഓണം കഴിഞ്ഞിട്ട് ബിസിനസ് കുറച്ച് ഡൗൺ ഒന്നും അല്ല കേട്ടോ. അപ്പോഴും നമുക്ക് ഓണം കഴിഞ്ഞിട്ടും ആ ഒരു കുറച്ചുകൂടെ കച്ചവടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. എങ്കിലും ഞങ്ങൾ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വീഡിയോസ് എന്നും ഇടും. അത് ഞങ്ങൾ ചിലപ്പോൾ രാത്രി ആയിരിക്കാം, 11 മണിക്ക് ശേഷമായിരിക്കും ഷൂട്ടിങ്. 12 മണിക്ക്, ഇപ്പോഴും 11 മണിയായിട്ടുണ്ട്. ഞങ്ങള് മിക്കവാറും രാത്രി, അതാണ് ഈ അകത്ത് മാത്രം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കൊണ്ട് ഞങ്ങള് ഇനി ബാക്കി ഞങ്ങളുടെ അടുത്ത
ഘട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ വരുമാനമാണ്. ഞങ്ങള് വരുമാനം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും. കാര്യം ഞങ്ങൾക്ക് ഉടനെ ഞങ്ങൾക്ക് ആയിരിക്കുകയാണ്. ഈ മാസം ഞങ്ങൾക്ക് വരുമാനം കൈ കിട്ടുന്നതാണ്. അത് ഞങ്ങൾ പറയും, ഉറപ്പായും വീഡിയോ നിങ്ങളോട് ഞങ്ങൾ പങ്കുവെക്കുന്നതാണ്. അതെ, നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. നിങ്ങളാണ് ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചത്. അത് ഞങ്ങളുടെ കുറെ കഷ്ടപ്പാടുകളുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങൾ തന്ന സപ്പോർട്ട്, ഈ ഒരു ലെറ്റർ നമ്മളുടെ കയ്യിൽ കിട്ടാൻ നിങ്ങളാണ് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. അതെ, ഞങ്ങൾ ഇതിന്റെ മുന്നിൽ വരാൻ യൂട്യൂബ് എന്നൊരു ചാനൽ തുടങ്ങാൻ തന്നെ എന്തോ ഒരുപാട് പേര് തുടങ്ങിയിട്ടും ഒന്നും ആവാത്തവരുണ്ട്. വിജയം കണ്ടെത്താം. അതെ, എല്ലാവർക്കും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ. ഞാൻ ഇക്കായോട് പറയും, ഇതെന്താണ് ഇക്കാ നമുക്ക് മുമ്പേ തുടങ്ങാഞ്ഞത്, ദാസാന്നൊക്കെ വിളിച്ച് തുടങ്ങാൻ പറയും. അപ്പൊ ഇക്കാരെ അതിൻ്റെതായ സമയമുണ്ട്. ഞങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്, അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. പിന്നെ ഞങ്ങള് ഏതാണ്ട് ഒരേ ചിന്താഗതിക്കാരാണ് വന്നു ചേർന്നത്. ഞങ്ങള് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഫാമിലി ഇങ്ങനെ പോകുന്നു. പിന്നെ ഏതൊരു കാര്യം തീരുമാനിച്ചാലും രണ്ടുപേർക്കും ഒരു തീരുമാനമാണ്. പിന്നെ മക്കളുടെ സപ്പോർട്ടും ഉണ്ട്, ഞങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ടുകളും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. ഇനിയിപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചോണ്ട് ഞങ്ങളെ വീഡിയോ. ഓക്കെ, താങ്ക് യു ഫാമിലിയും. ബൈ.